ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അരുന്ധതി അമ്മായിയും അതേപോലെ തന്നെ അർജുൻ്റെ അമ്മയും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. അറിയാലോ, ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ അറിയാലോ. പിങ്കിയുടെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. പിങ്കിയുടെ എന്ത് കാര്യം? പിങ്കിയുടെ കാര്യമൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പിങ്കിയുടെ കാര്യം അറിയണ്ടെന്നോ? പിങ്കി ഡിവോഴ്സിൻ്റെ വക്കി നിൽക്കുകയാണ്. ഏതായാലും പിങ്കിയുടെ അച്ഛനെ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തണം. എന്തിന്? പിങ്കിയുടെ അച്ഛനെ എന്തിനാ ഇത്ര പെട്ടെന്ന് വിളിച്ചു വരുത്തുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. നമ്മൾ ആരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കി അനുസരിക്കില്ല. ഈ ഡിവോഴ്സിൽ നിന്ന് പിന്മാറുകയും ചെയ്യില്ല. അവൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. പക്ഷേ പിങ്കിയുടെ അച്ഛനാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല തകിടം മറിഞ്ഞ മറുപടി ആയിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നത്. ആ സമയത്ത് പിങ്കിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു കാര്യമില്ല. ഇതൊക്കെ പറയാൻ തന്നെയാണ് ഞാനിരുന്നത്. എനിക്ക് പിങ്കിയുടെ കാര്യം അറിയേണ്ട ആവശ്യമില്ല. കാരണം പിങ്കിക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. പിങ്കിക്ക് എൻ്റെ മോളിൽ നിന്ന് ഡിവോഴ്സ് വേണമെങ്കിൽ ആയിക്കോട്ടെ. അല്ലെങ്കിലും അവൻ്റെ ജീവിതത്തിൽ പിങ്കി സന്തോഷം കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മോനിൽ നിന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ ഞങ്ങളുടെ. അല്ലാതെ ഇവിടെ പിങ്കിയെ പിടിച്ചു നിർത്താനൊന്നും ഞാൻ ആളല്ല. ഞാൻ ആരോടും സംസാരിക്കാനും തയ്യാറല്ല. അപ്പോൾ നിന്റെ മോൻ്റെ ജീവിതത്തെക്കുറിച്ച് നിനക്ക് ഒരു ചിന്തയില്ലേ? എൻ്റെ മോൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തയുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പിന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇനിയും നല്ലതുണ്ടാകും. അതിനുള്ള ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നത്. നീ എന്ത് കണ്ടുവന്നാണ്? അതൊക്കെ പിന്നീട് പറയാം. അതൊക്കെ വഴിയേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എനിക്കിപ്പോൾ വേറെ ഒന്നും നിങ്ങളോട് പറയാനില്ല. പിങ്കിയുടെ മനസ്സിൽ എന്താണോ, അവൾക്ക് ഡിവോഴ്സ് ആണോ ആവശ്യം, ആ ഡിവോഴ്സ് നടക്കട്ടെ. അതിൽ കൂടുതൽ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട്, എനിക്ക് ജോലി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ് അർജുൻ്റെ അമ്മ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ ടെൻഷൻസ് നിൽക്കുകയാണ്. ദൈവമേ, ഇതെന്താ ഇവരിങ്ങനെ കിടന്ന് പറയുന്നതെന്നൊക്കെ ആലോചിച്ചാണ് ആകെ ടെൻഷൻസ് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ്. അപ്പോൾ പിങ്കി ആണെങ്കിൽ നയനയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നയന അതിരാവിലെ തന്നെ അർജുനെ വിളിച്ചുകൊണ്ട് പോയല്ലോ ജോഗിങ്ങിനാണെന്നും പറഞ്ഞുകൊണ്ട്. ഇവർ വരാത്തതിൽ ഭയങ്കര ഒരു ടെൻഷനാണ്. അപ്പോൾ രാവിലെ വിളിച്ചു കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം ആലോചിക്കണം. അപ്പോഴാണ് അവിടുത്തെ 2 സാധനങ്ങൾ അങ്ങോട്ട് വരുന്നത്. പിങ്കിയോട് സംസാരിക്കാൻ. എന്താ പിങ്കി, നീ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കെന്താ ഇവിടെ ആലോചിച്ച് നിൽക്കാൻ പാടില്ലേ? അല്ല, നിന്റെ മുഖത്ത് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല പിങ്കി, പിങ്കിയുടെ അച്ഛനൊക്കെ ഇങ്ങോട്ട് വരാൻ പോകുന്നതൊക്കെ അറിഞ്ഞല്ലോ. അതിനെന്താ? എൻ്റെ അച്ഛൻ വന്നാൽ ഇപ്പം എന്താ പ്രശ്നം? അല്ല, പിങ്കിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ ഒരു പൊട്ടിത്തെറി കാണാം. അത് കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുകയാണ്. കൊള്ളാലോ. അമ്മക്ക് പ്രസവ വേദന, മോൾക്ക് വീണവായന. അത് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം കണ്ടു. അപ്പം ഇവിടെ വലിയൊരു ഭൂകമ്പം കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നതല്ലേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ അല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശമല്ല. നീയാണല്ലോ പിങ്കി ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. ഡിവോഴ്സ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ല പിങ്കി, നീ എന്താ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആണെങ്കിൽ ദൈവമേ, ഇവരോട് പറയണ്ട, അർജുൻ നയനയായിട്ട് ജോഗിങ്ങിന് പോയിരിക്കുകയാണെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും. അപ്പോൾ അർജുനെ നോക്കിയിരിക്കുകയാണെന്ന് ഇവർ വിചാരിക്കും. അത് വേണ്ട ഏതായാലും എന്നും വിചാരിച്ച് എനിക്കെന്താ ഇവിടെ നോക്കി നിൽക്കാൻ പാടില്ല. ഞാൻ ചുമ്മാ ഓരോ കാര്യങ്ങളല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നു നമ്മുടെ അർജുനും നയനയും കൂടി ആടി പാടി വരികയാണ്. അപ്പോൾ ഈ നയന ചോദിക്കുകയാണ്, അർജുൻ എന്നാലും നിന്റെ ആ റേസിങ് അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നും ചെയ്യുന്നില്ലേ? എടാ നമുക്കേ ടൂറൊന്ന് പോയാലോ? അങ്ങ് ഹിമാലയത്തിലേക്ക് നമുക്ക് ബുള്ളറ്റിൽ പോയാലോ? അതൊക്കെ ഓക്കെ, ബുള്ളറ്റിൽ പോകാം. പക്ഷേ നിനക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയാവോ നയനെ എന്ന് അർജുൻ ചോദിക്കണം. ഇല്ല, എനിക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയില്ല. അതൊക്കെ പഠിക്കണ്ടേ? ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ഒരാൾ തന്നെ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോകുന്നത് അത് മോശമല്ലേ? ഒരാൾക്ക് വയ്യാതെ ആകാൻ നേരത്ത് മറ്റൊരാൾക്ക് ഓടിക്കാമല്ലോ. ഒരാൾ തന്നെ ഓടിച്ചാൽ മടുത്തു പോയില്ലേ? അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ബുള്ളറ്റ് ഓടിക്കാനായിട്ട് പഠിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്കിലേ നീ എനിക്ക് ബുള്ളറ്റ് ഓടിക്കാൻ പഠിപ്പിച്ചു തരാവോ എന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ ഞാൻ പഠിപ്പിച്ചു തരാൻ നയന, അതിന് യാതൊരു പ്രശ്നമില്ല. അയ്യോ എൻ്റെ സ്വീറ്റ് അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ്റെ കാവളി കയറി അങ്ങോട്ട് പിടിക്കുകയാണ്. ഇതെല്ലാം ഈ 3 പേരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്തം വിട്ട കുന്തം പോലെയാണ് ഇവർ 3 പേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ അർജുൻ പറയണം, ഒന്ന് കവളിന്ന് വിട്. പല്ല് തേക്കാതെയാണ് രാവിലെ തന്നെ എണീറ്റ് ജോഗിങ്ങിന് പോയത് നിൻ്റെ ഒപ്പം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും കൂടി അകത്തേക്ക് കയറി. ചെറിയമ്മേ, ഇന്നെന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്? നല്ല പുട്ടും
കടലയുണ്ട്, എന്താ അതുപോലെ? അയ്യോ, കേൾക്കുമ്പോൾ തന്നെ എൻ്റെ വായിന്ന് വെള്ളം ഊറുന്നു. വാ ഓടിപ്പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും, അതായത് നയനയും അർജുനും കൂടി നേരെ അകത്തേക്ക് ഓടിപ്പോവുകയാണ്. അപ്പോഴേക്കും ആണെങ്കിൽ ആ പെണ്ണിൻ്റെ ഇളക്കം കണ്ടില്ലേ പിങ്കി, ഇതൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല കേട്ടോ. അർജുൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇത് കണ്ടില്ലേ ഇത് എവിടെ പോയിട്ട് വരികയാണ്? അർജുനും എന്നോട് പറഞ്ഞത് ജോഗിങ്ങിന് പോകണമെന്ന് എന്നോട് പറഞ്ഞത്. നയനയാ രാവിലെ വന്ന് റൂമിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോയത്. ദൈവമേ, രാവിലെ വന്ന് റൂമിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നോ? എന്നിട്ട് നീ ഒന്നും മിണ്ടിയില്ലേ? അല്ല, ഞാനെന്ത് മിണ്ടാനാ? അർജുൻ എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ, അതിനിപ്പോൾ ഞാനിതിൽ കൂടുതൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ലാസ്റ്റ് നയനെ കൊണ്ടുപോകും അർജുനെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പിങ്കിക്ക് ടെൻഷൻ കൂടി വരികയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദ. അപ്പം നന്ദയാണെങ്കിൽ കോളേജിലേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ കോളേജിൽ രണ്ട് കൂട്ടുകാർത്തികൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സമയത്ത് നന്ദ, ഇത് എങ്ങോട്ട് പോകുന്നു? നീ എന്നത്ര ലേറ്റ് ആയത്? അയ്യോ, കുറച്ച് ലേറ്റ് ആയി പോയി, ഇപ്പം എന്ത് ചെയ്യാനാണ്? അങ്ങോട്ട് ചെന്നോ, ഇപ്പോഴേ പുതിയ പ്രൊഫസറാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പഴയ പ്രൊഫസറോ പോയോ? പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ പുതിയ പ്രൊഫസർ വന്നത്. എൻ്റെ പൊന്നടി, പുതിയ പ്രൊഫസറേ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആളല്ല. ചീങ്കണ്ണിക്ക് കരിമ്പുലിയിലുണ്ടായ വർഗമാണെന്ന് തോന്നുന്നു. ഇതെന്താടി ഒട്ടും മേച്ചില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അങ്ങനെയൊക്കെയാണ്, എല്ലാവരും പൊളിച്ചടുക്കി. ഞങ്ങൾക്കും കുറേ കേട്ടായിരുന്നു. പിന്നെ ലേറ്റായിട്ട് വരുന്നവരെയൊക്കെ നല്ല പണിഷ്മെൻറ്റാ അയാൾ കൊടുക്കുന്നത്. അയാളുടെ മുന്നിൽ ചെല്ലുമ്പോഴേ ഒന്ന് വിറയ്ക്കും നമ്മൾ. അതേപോലെയാണ് അയാളുടെ പെർഫോമൻസ്. എടി, നീ ഇങ്ങനെ പറഞ്ഞു എന്നെ പേടിപ്പിക്കില്ലേ? ഞാൻ പറഞ്ഞൊന്നും പേടിപ്പിക്കുന്നില്ല. ഇനി കരിമ്പുലിക്ക് ഉണ്ടായതാണോ അല്ലെങ്കിൽ സിംഹത്തിനുണ്ടായതാണോ എന്നൊക്കെ നീ അങ്ങോട്ട് പറയാ. നീ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഏത് ഗുഹയിലായിട്ടാണ് കയറി ചെല്ലുന്നതെന്ന് നിനക്ക് താമസിയാതെ തന്നെ മനസ്സിലാകും. അളകുന്നെന്താ? ദൈവമേ, ഞാൻ ആകെ ഇപ്പം തന്നെ ലേറ്റായി. ശരി, നീ ലേറ്റായി, പെട്ടെന്ന് ചെന്നോ, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഉറപ്പാ, അല്ലെങ്കിൽ ഇപ്പം തന്നെ കിട്ടും. ഓടി ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ നന്ദയാണെങ്കിൽ പേടിച്ച് വരച്ച് പ്രൊഫസറിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുക. മേ കമ്മിങ് സർ എന്ന് പറഞ്ഞ് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഈ പ്രൊഫസർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ നന്ദയാണെങ്കിൽ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ഇന്ന് അസൈൻമെൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് കേട്ടതും തൻ്റെ അസൈൻമെൻറ്റ് മേടിക്കാനിരിക്കുകയാണോടോ ഞാൻ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദ ആകെ പേടിച്ചു പോയി. സാറെന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടോ, താനെന്തിവിടെ വലിയ കൊമ്പത്തെ ആളാണോ? ഇവിടെ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ പുതിയൊരാളെ കണ്ടോ? അയാളോട് ഒരു ഇൻട്രൊഡക്ഷൻ അത് കൊടുക്കുന്നത് ഒരു മാന്യതയല്ലേ? അതുപോലും ചെയ്യാതെ താൻ എടുത്ത വായിക്കുക അസൈൻമെൻറ്റ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ തരുന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ സോറി സാർ, ഞാനത് മറന്നുപോയി സാർ, ഞാൻ ടെൻഷൻ കൊണ്ടാ സാർ ഐ ആം അളകുനന്ദ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ താനാണല്ലേ അളകുനന്ദ? കേട്ടിരുന്നു. കഴിഞ്ഞ വർഷം ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് മേടിച്ച അളകുനന്ദ. അതെ സാർ. പിന്നെ വേറൊന്നും കൂടി കേട്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പോലീസ് ഓഫീസറിൻ്റെ ഭാര്യ. അതുകൂടാതെ തന്നെ അതിൻ്റെ എല്ലാം അഹങ്കാരവും തൻ്റെ മനസ്സിലും മുഖത്തിലും ഉണ്ടെന്നും കൂടി ഞാൻ അറിഞ്ഞായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും സാർ, ഇതൊക്കെ ആരോടെ സാർ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല സാർ, ഒരു അഹങ്കാരവും ഇല്ല സാർ. അത് താനാണോ പറയേണ്ടത്? എടോ, തൻ്റെ പ്രവൃത്തിയിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുമോ താനൊരു അഹങ്കാരിയാണോ എന്ന്? അത് തൻ്റെ മുഖത്തുനിന്ന് ഇപ്പം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. സാർ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പിന്നെ ഞാൻ എങ്ങനെയാണോ സംസാരിക്കേണ്ടത്? തൻ്റെ മുന്നിൽ കൈ തൊഴുത് ഇങ്ങനെ നിൽക്കണോ? അങ്ങനെയാണോ തന്നോട് സംസാരിക്കേണ്ടത്? ഇവിടെ എങ്ങനെ സംസാരിക്കണേ, ഏത് രീതിയിൽ സംസാരിക്കണമെന്ന് താൻ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താൻ കണ്ട പോലത്തെ പ്രൊഫസർമാരല്ല ഞാൻ വേറെ ആളാണ്. തെറ്റ് കണ്ടെടുത്ത് തെറ്റ് തന്നെ പറയും, അല്ലാതെ കൊഞ്ചിച്ച് തലയിൽ കയറ്റി വെക്കാനൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ഒരു അസൈൻമെൻറ്റ് റെഡിയാക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ റെഡിയാക്കണം. അസൈൻമെൻറ്റ് എടുക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അളകുനന്ദ ഇരുന്ന് കരയണം. ഇത്തരത്തിലുള്ള ഈ കരച്ചിലും കണ്ണീരൊലിപ്പിക്കലും ഇവിടെ വേണ്ട. ഇതൊക്കെ നിൻ്റെയൊക്കെ പുതിയ അടവുകളാണെന്ന് എനിക്കറിയാം. സോറി സാർ, ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊക്കെ തുടക്കുകയാണ് നമ്മുടെ അളകുനന്ദ. അപ്പോൾ നന്ദയാണെങ്കിൽ അസൈൻമെൻറ്റ് കയ്യിലേക്ക് കൊടുക്കുകയാണ്. കയ്യിലേക്കല്ല, അവിടെ വെക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നന്ദ ആ ഫയല് നേരെ ആ താഴെ തന്നെ വെക്കുകയാണ്. താഴെ തന്നെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിൽ, ഈ പ്രൊഫസറാണെങ്കിൽ നന്ദയുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എടോ, തനിക്ക് മാനേഴ്സ് ഇല്ലേടോ? ഒരാൾ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് പോലും നോക്കാതെ താഴത്തോട്ട് നോക്കി നിൽക്കുന്നത് അയാളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെ പറഞ്ഞു തന്നോ? താൻ എന്തോരോടോ പഠിച്ചിട്ടുള്ളത്? തനിക്കൊക്കെ വിദ്യാഭ്യാസമുള്ള ആളല്ലേടോ? എന്നിട്ടൊക്കെ ഇതൊക്കെ പറഞ്ഞു തന്നോടോ എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ
അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ അസൈൻമെൻ്റ് എടുത്ത് ഈ പ്രൊഫസർ നോക്കിയാണ്. അങ്ങനെ മറിച്ച് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മറിച്ച് നോക്കിയാണ്. വിശദമായിട്ടൊന്ന് വായിക്കുന്നുവല്ലോ. ഇത് കുറേ അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഏത് സ്റ്റുഡൻറ്റിൻ്റെ കോപ്പി അടിച്ചാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നന്ദയോട് ചോദിക്കണം. അയ്യോ സാർ, ഞാൻ ആരുടെയും കോപ്പി അടിച്ചില്ല സാർ, ഇതെൻ്റെ സ്വന്തം അസൈൻമെൻ്റ് ആണ് സാർ, ഞാൻ സ്വന്തമായിട്ട് എഴുതിയാണ് സാർ. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം താൻ ആരുടെയോ കോപ്പി അടിച്ച് വെച്ചതാണെന്ന്. സാർ ഇങ്ങനെയൊന്നും പറയില്ല സാർ, ഞാൻ ഇതൊന്നും കോപ്പി അടിച്ച് വെച്ചിട്ടില്ല. ദേ എൻ്റെ മുന്നിൽ കൂടുതൽ ഷോ കാണിക്കാൻ നിൽക്കരുത് ആളക നന്ദ. പിന്നെ തനിക്ക് ഇതിനുള്ള ഒരു പണിഷ്മെൻറ്റ് ഞാൻ തരുന്നുണ്ട്. ഏതായാലും തനിക്ക് പുതിയതായിട്ട് ഓർമ്മ തരുന്നുണ്ട്. ആയം തൊട്ട് എല്ലാം അങ്ങോട്ട് ചെയ്തിട്ട് വാ. തനിക്ക് പുതിയൊരു റിസർച്ച്. സാർ എന്താ സാർ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ, ഇനി ആ അസൈൻമെൻ്റ് കൊണ്ട് മാത്രം താൻ ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് താൻ കയറി വരാൻ നിൽക്കണ്ട. ഗെറ്റ് ഔട്ട് ഐസേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. നന്ദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇയാൾക്കാണെങ്കിൽ നന്ദയെ ഗെറ്റ് ഔട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു മനസമാധാനം കിട്ടി. പിന്നീട് കാണിക്കുന്നത് നയന വീട്ടുകാരുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. ഭയങ്കര ഡാൻസ് കളിച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആഹാ, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ നയന. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അർജുൻ്റെ അമ്മയാണെങ്കിൽ നയന നന്നായി ഡാൻസ് കളിക്കും. പിന്നെ ഇവളാണെങ്കിൽ ഓരോ ഫാഷൻ ഡിസൈനറിനൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ചൂട് വെക്കാനായിട്ട് കൂട്ടാക്കില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതിയാണെങ്കിൽ പിങ്കിക്ക് എന്താ കുഴപ്പം, പിങ്കിയും ഡാൻസൊക്കെ കളിക്കില്ലേ? അത് ശരിയാ, പിങ്കി ചേച്ചിയും ഡാൻസൊക്കെ കളിക്കും, പിങ്കി ചേച്ചിക്കില്ലാത്ത കഴിവുണ്ടോ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. ഓഹോ അങ്ങനെയാണോ? അല്ല പിങ്കിപ്പേ വലിയൊരു റിസർച്ചിലാണ്. ആണോ? റിസർച്ചോ? എന്ത് റിസർച്ച്? അപ്പം നമ്മുടെ പിങ്കി ഭയങ്കര അഹങ്കാരത്തോടെ പറയുകയാണ്. അത് ചിലപ്പോൾ പറഞ്ഞാൽ അറിയില്ലായിരിക്കും, മനസ്സിലാവണമെന്നില്ല എന്നിങ്ങനെ പിങ്കി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അർജുൻ്റെ അമ്മയാണെങ്കിൽ എന്നാലും പറ പിങ്കി, നീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവോ ഇല്ലേ എന്നൊന്നും നോക്കട്ടെ. നയനയും അത്യാവശ്യം കഴിവുള്ള കുട്ടിയാണെന്നേ. ആത്മീയത എന്ന് പറയുകയാണ്. ഓ ആത്മീയത, അതത്ര വലിയ റിസർച്ചാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്. കാരണം ഒരു കുട്ടി കടൽ കാണുന്നതും ഒരു വലിയൊരു മഹാൻ കടൽ കാണുന്നതും അതും രണ്ട് തരത്തിലാണ്. അതേപോലെയാണ് നിൻ്റെയൊക്കെ സ്വഭാവം. ഇത് കേട്ടപ്പോഴേക്കും ഓ അങ്ങനെയാണല്ലേ, എങ്കിൽ പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കാം. വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിനൊന്നും മറുപടി തരാനും പറ്റത്തുമില്ല. അതെന്താ പിങ്കി മോളെ അങ്ങനെ പറയുന്നത്? നയന ഏതായാലും ചോദിക്കാന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് ഒന്ന് ചോദിക്കട്ടേന്നേ, അവൾക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് അറിയാലോ. പിന്നെ കടലിനപ്പുറമാണ് കരക്കപ്പുറമാണ് കടൽ, അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ കുഴപ്പിക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനത്തെ ചോദ്യങ്ങളാണെങ്കിൽ എനിക്കതിന് ഉത്തരം തരാനായിട്ട് പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. ഈ ആത്മീയത എന്ന് പറയുമ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെയാണല്ലോ. അതെ ദൈവത്തിൻ്റെ. ശരി, എങ്കിൽ അതിൽ തന്നെ തുടരാം. നമ്മൾ അമ്പലത്തിൽ പോവില്ലേ? അപ്പം അമ്പലത്തിലൊക്കെ പോയി കഴിയാൻ നേരത്ത് നമ്മൾ കണ്ണടച്ച് നിൽക്കും. അതെന്തുകൊണ്ടാണ്? അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയാണെങ്കിൽ അത് ഏകാഗ്രത കിട്ടാൻ. അങ്ങനെയാണോ? ഒരു പരീക്ഷാ ഹാളിലിരിക്കുമ്പോഴും ഒരു കൊച്ച് കണ്ണടച്ച് തന്നെയാണ് നിൽക്കുന്നത്, അതും ഏകാഗ്രത കിട്ടാനാണല്ലേ? ആണല്ലോ. പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ആണ് ആ കൊച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോയി നിൽക്കുന്ന ഒരു വ്യക്തി കണ്ണടച്ച് നിൽക്കുന്നത് ഏകാഗ്രത കിട്ടാനല്ല. അപ്പോൾ ആ ഉത്തരത്തിന് ഇവിടെ പ്രസക്തിയില്ല. അപ്പോൾ മറ്റ് എന്തോ കാര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നയനയുടെ ആ ഒറ്റൊരു ചോദ്യത്തിന് മുന്നിൽ പിങ്കി ആകെ തകർന്ന ഒരു അവസ്ഥയായി പോവുകയാണ്. അതിനുശേഷം പറയാണ്, ഇനി അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മ കൈകൂപ്പി നിൽക്കുന്നുണ്ടല്ലോ, ആ കൈകൂപ്പി നിൽക്കുന്നത് എന്തിനാണ് പിങ്കി? അപ്പോൾ പിങ്കിയാണെങ്കിൽ എനിക്കറിഞ്ഞൂടാ. ഇതാ പറയുന്നത്, ഇതാണോ ആത്മീയത? വലിയ റിസർച്ചർ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ചെറിയ സംഭവം കൂടി അറിയില്ലല്ലേ? എല്ലാവരും കളിയാക്കിയ ഒരു അവസ്ഥ നിൽക്കുകയാണ്. പിങ്കി ആണെങ്കിൽ തലയും കുനിച്ച് ആകെ നാണം കെട്ടൊരവസ്ഥയിൽ നിന്ന് പോവുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ. ടേക്ക് കെയർ.